എന്താ എന്റെ ബുക്കിന്റെ കോലം? വെറുതെ അല്ല മാഷ് പറയുന്നത്. ഇതല്ലേ ഇപ്പൊ എന്റെ ബുക്കിന്റെ കോലം. ക്രിസ്മസ് എക്സാം കഴിഞ്ഞു, ഇത്രയായിട്ട് ഇതൊന്നും പൊതിയാനുള്ള മനസ്സിലൊക്കെ ഉണ്ടായിട്ടില്ലല്ലോ. പിന്നെ ഇപ്പൊ മാഷിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. മാഷ് പറയുന്നത് കേട്ടിട്ട് എന്റെ തോലൊരു പോയി. കൂടെ ആ റംലി ഉണ്ടായിരുന്നു. അവളാണെങ്കിൽ അത് കേൾക്കുമ്പോഴത്തേന് ചിരിക്കാനും. അവരുടെ കുട്ടികളൊക്കെ നല്ല മാർക്ക് വാങ്ങുന്നുണ്ട്, നിനക്ക് മാത്രമേ ഇതൊന്നും പറ്റാത്തുള്ളൂ. അതിനെങ്ങനെ ഫുൾ ടൈം ഫോൺ, 24 മണിക്കൂർ ഫോൺ കയ്യിൽ നിന്ന് വെക്കുകയില്ല. ഞാൻ പറഞ്ഞൊരു വരില്ലല്ലോ, ഞാൻ പഠിപ്പും വിവരമില്ലാത്തവളാണ്. ഇപ്പൊ എന്തായി വട്ടപൂജ വാങ്ങി വന്നിരിക്കുന്നില്ലേ? അങ്ങനെ തന്നെ മൂത്താൾ ചൊല്ലം മുതലിക്ക ആദ്യം കഴിക്കും പിന്നെ മതിരിക്കുന്ന. നീ എന്താ ചെയ്ത്? എത്ര പറഞ്ഞാലും എനിക്ക് മനസ്സിലാവണില്ല. ഞാൻ അതാ ആലോചിക്കുന്നത്. എത്ര പ്രാവശ്യം ഈ കൂട്ടർ ഞാൻ ഉപദേശിക്കുന്നുണ്ട്, ഇതെന്താ മനസ്സിലാവാത്തത്? ഈ മൊബൈൽ എന്നാ എന്റെ കയ്യിൽ വന്നു അന്ന് ഈ നശിക്കാൻ തുടങ്ങി. ഒന്നില്ലെങ്കിൽ പോത്ത് പോലെ വളർന്നില്ല, അതിൻ്റെ ഒരു വിവരമെങ്കിലും കാണിച്ചോടെ. ഇങ്ങനെ ഒരു കുട്ടി, ഒരു നാണക്കേടില്ല എനിക്ക് ഇങ്ങനെ മാർക്ക് കുറവ് വാങ്ങി വന്ന ദിവസമെങ്കിലും കുട്ടികൾ ഒരു ബുക്ക് എടുത്ത് വായിക്കുക പഠിക്കുക ചെയ്യും. ഇത് ഒരു കൂസലുമില്ല, ഒരു നാണക്കേടും ഇല്ലാത്തൊരു സാധനം. എനിക്ക് വയ്യ. പിന്നെ ഇങ്ങനെ പഠിച്ച് മറിക്കുക. അത് ഞാൻ കണ്ടു. ഇപ്പൊ ഒരു 10 മിനിറ്റിനെ ബോധിപ്പിക്കാൻ വേണ്ടി അവിടെ നിന്നിട്ടൊന്ന് വായിച്ചിട്ട് എന്റെ കണ്ണ് തെറ്റിയപ്പത്തിന് വന്ന് ഇരിക്കാൻ തുടങ്ങി ഇവിടെ. എന്നിട്ട് മൊബൈലിൽ ഇങ്ങനെ നോക്കും. ഞാൻ ഈ അത് നോക്കുന്നുണ്ട്, ഇതിലിങ്ങനെ നോക്കണേൻ്റെ ഒപ്പം ചിരിക്കലും ഉണ്ടാകും, എന്തൊക്കെയോ വോയിസും അയക്കുന്നുണ്ട്. എനിക്ക് പിന്നെ ഫോണിൻ്റെ ഒന്നും അറിയില്ലല്ലോ, അതുകൊണ്ട് ഇന്നെ എങ്ങനെ വേണമെങ്കിലും പറ്റിക്കാലോ. പക്ഷെ വാപ്പാനെ പറ്റിക്കാൻ പറ്റുമെന്ന് എനിക്ക് വിചാരിക്കണം കേട്ടോ. വരുന്നുണ്ട്, ഞാൻ വിളിച്ച് പറയുന്നുണ്ട്. എനിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ഇതൊന്നും പറയുന്നത്, അനക്ക് വേണ്ടിയിട്ടാണ്. ഇജ്ജ് നന്നായി കഴിഞ്ഞാൽ എന്റെ ഭാവി വരാവും. പഠിച്ചു കഴിഞ്ഞാൽ അനക്ക് നല്ലത്. ഞാനിങ്ങനെ ഉപദേശിക്കാൻ വരില്ല. ആയി എന്റെ പാടായി എന്താ ചായക്കും. അപ്പത്തിന് വാതിലടച്ച് കിടന്ന് ഉറങ്ങലും കഴിഞ്ഞോ? അല്ല കുട്ടി, എന്താ എന്റെ ഉദ്ദേശിക്ക് എഴുന്നേൽക്കണമെന്നില്ലേ? ഈ കണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടും അതൊന്നും കേൾക്കണ്ടെങ്കിൽ വന്ന് കിടന്നിക്കുക. ഉറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞാൽ മതി. ഇനിയിപ്പോ ഞാനിപ്പോ വന്നിട്ടില്ലായിരുന്നു, ഉറങ്ങിയിട്ടുണ്ടാവില്ലേ? എനിക്ക് വയ്യ, എന്ത് പറഞ്ഞാലും മനസ്സിലാവാത്തൊരു കുട്ടി. എന്താ കുട്ടി എന്നോട് ഞാൻ പറയേണ്ടത്? എങ്ങനെ ഇനി ഞാൻ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്? എന്റെ വായിലെ വെള്ളം പറ്റിയെന്നല്ലാണ്ട് ഈ നേരാവാൻ പോണില്ല കേട്ടാ. വന്നെന്തെങ്കിലും ഭക്ഷണം എന്തെങ്കിലും കഴിക്കേ? ഇനി വേണം ചപ്പാത്തി? ഒരെണ്ണം കൂടെ കഴിച്ചു കൂട്ടി. ശരി, പെട്ടെന്ന് കഴിച്ചു കഴിഞ്ഞിട്ട് നീ പഠിക്കാനുള്ള എന്താ വെച്ചാൽ ഇരുന്ന് പഠിക്കുക. എന്തിനാ മുഖം വീർപ്പിക്കുന്നത്? ഇത് നിനക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ ഈ പറയുന്നത്. നിന്റെ സമയത്തൊന്നും ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റായിട്ട് ഞാനൊക്കെ ഇത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയോ? അന്നൊക്കെ ചിമ്മിണി വിളക്കിന്റെ മുന്നിൽ നിന്നിട്ട് പഠിച്ചിരുന്നത്. ഇപ്പൊ എനിക്ക് പഠിക്കാനുള്ള എല്ലാ സൗകര്യവും ഒരുക്കി തരുന്നില്ലേ? ചെരുപ്പിന് ചെരുപ്പ്, ബാഗിന് ബാഗ്, ബുക്കിന് ബുക്ക്, ബോക്സ്, എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങുന്നത്. പഠിച്ചാൽ മാത്രം പോലെ. മുഖത്തേക്ക് നോക്കരുത് കേട്ടോ. ഒരു കാര്യം പറയുമ്പോൾ മുഖത്തേക്ക് നോക്കരുത്. എനിക്കൊന്നും വേണ്ട, കഴിച്ചോ. വയറ് നിറച്ച് കഴിക്കേ, എന്നിട്ട് ഇരുന്ന് പഠിക്കേ.